ഇപ്പോഴിതാ വിചാരിച്ചിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം യൂറോപ്പിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം യൂറോപ്പിലേക്ക് കടക്കാനുണ്ട് എന്നുള്ള സാധ്യതകൾ നമുക്ക് ലഭിക്കുന്നു, സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ഇറാൻ അമേരിക്കയെ യുദ്ധത്തിൽ തളച്ചിട്ടിരിക്കുന്നത് റഷ്യയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ എല്ലാ വശങ്ങളിൽ നിന്നും വളയാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രഹസ്യ പദ്ധതിക്കിടയിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇക്കാരണത്തിൽ അമേരിക്ക മാത്രമല്ല അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും അതായത് നാറ്റോ രാജ്യങ്ങളും ആശങ്കാകുലരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ഈ ഭയാനകരമായിട്ടുള്ള സൈന്യം ഇപ്പോൾ ട്രംപിന്റെ തീരുമാനങ്ങളെ യൂറോപ്യൻ സുഹൃത്തുക്കളുടെ മേൽ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഭയന്ന് ജീവിക്കുന്നവർ ഇതിനകം തന്നെ റഷ്യയുമായി സഹകരിച്ച് ഇറാൻ സൃഷ്ടിക്കുന്ന ഈ തന്ത്രം യഥാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ട്രംപിലുള്ള അതിന്റെ സഖ്യകക്ഷികളുടെ വിശ്വാസം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സംഭവം? IRGCയുടെ ചീഫ് കമാൻഡറുടെ പ്രത്യേക ഉപദേഷ്ടാവും ആക്രമണാത്മക ചിന്താഗതിക്കാരനുമായിട്ടുള്ള ഹൊസൈൻ ഹമീദ് റേസ മെഗ്ദംഫർ അമേരിക്കയ്ക്ക് തുറന്ന വാക്കുകളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കടൽ മാർഗങ്ങളിലൂടെയോ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയോ ഇറാനെ വളച്ചൊടിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ മുഴുവൻ യൂറോപ്പും ഏറ്റവും ഭയാനകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ കാരണം യൂറോപ്പിലെ മുഴുവൻ ഊർജ്ജ മേഖലകളുമായിരിക്കും അതിന്റെ പ്രതിസന്ധി നേരിടേണ്ടി വരിക എന്നും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവരുടെ ആക്രമണ പദ്ധതി എന്ന് നോക്കാം. ഇതുവരെ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ പദ്ധതി യൂറോപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ള റഷ്യയുടെ സമ്മർദ്ദം, അതായത് ഒരു വശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈന്റെ മുന്നണിയിൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിന്റെ അതിർത്തികളിൽ മിസൈൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഗ്യാസ് വിതരണം നിർത്തിവെച്ചുകൊണ്ട് പുടിൻ ഇതിനകം യൂറോപ്പിനെ മുട്ടുകുത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. താഴെ നിന്ന് ഇറാന്റെ ഉപരോധം, മറുവശത്ത് ആഗോള വിപണി നിയന്ത്രിക്കുന്ന ഏറ്റവും സെൻസിറ്റീവ് കടൽപാത ഉപരോധിക്കാൻ ഇറാൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ട്രംപ് ഇറാനിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ മുകളിൽ നിന്ന് യൂറോപ്പിനെ പുടിൻ സമ്മർദ്ദത്തിലാക്കും. താഴെ കടലിൽ നിന്നുള്ള വിതരണ പൈപ്പ് ലൈൻ ഇറാനും വിച്ഛേദിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡൊണാൾഡ് ട്രംപ് റഷ്യയും ഇറാനെയും വെവ്വേറെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ പുതിയ പദ്ധതി പ്രകാരം ട്രംപിന് രണ്ടുപേരെയും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇറാൻ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് മുട്ടരുത്, മുട്ടിയാൽ മുട്ടിടിക്കും എന്ന് ഇറാൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.